എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിട്ട് മക്കളില്ലാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു. ആ സമയത്ത് ഞാൻ 2018 നവംബർ 9 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. 2020 ജൂൺ 10 എനിക്ക് പരിശുദ്ധ അമ്മ 2 ഇരട്ട പെൺകുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിട്ട് മറ്റുള്ളവർ എന്നെ ഒരുപാട് കളിയാക്കിയും പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു. എൻ്റെ പിള്ളേരില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു. കടുത്ത നിരാശയിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മ നിനക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഞാൻ 2018 നവംബർ 9 ഒന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കൃപാസനത്തിൽ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഭയങ്കര ബ്ലീഡിങ്ങും മറ്റുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് കൃപാസനത്തിൽ അമ്മയോട് നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണേ. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ, എനിക്ക് ആരോഗ്യമില്ല, എല്ലാ രോഗങ്ങളും ഉണ്ട്. അപ്പം അമ്മ എനിക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം, ഒരിക്കലും എനിക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഞാൻ അതുവരെ പ്രാർത്ഥിച്ചിരുന്നു. എന്താണ്, എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒരു അപമാനതയാണ്. ഈ മക്കളിലെ എന്ന് വെച്ചു എല്ലാവരും എന്നെ വേദനിപ്പിച്ചിരുന്നു പരസ്പരം. ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. തേനെടുത്ത് എൻ്റെ വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു.